ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചത്തെ ലഞ്ച്. സംഭവം എന്താണെന്ന് ആർക്കും പിടികിട്ടിയിട്ടുണ്ടാവില്ല, കാരണം ഞാൻ ഒരുപാട് ഡെക്കറേഷൻ ഇതിൻ്റെ മേലെ ചെയ്തിട്ടുണ്ട്. സംഭവം എന്താണെന്നറിയോ? ആദ്യം ഇതൊന്ന് പറഞ്ഞിട്ട്, ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കിട്ടിലൻ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് നന്നാവാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്, അതായത് ബിരിയാണി റൈസ്. ഇനി ഇതിലേക്ക് 2 സവാള എടുത്തിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ ചെറിയൊരു പീസ് മതി. പിന്നെ കുറച്ച് അണ്ടി, മുന്തിരി, 3 പീസ് പട്ട, ഒരു 6 ഗ്രാമ്പു, ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. ഫസ്റ്റായിട്ട് നമുക്ക് ഈ റൈസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ഊറ്റി വയ്ക്കുക. റൈസ് വാഷ് ചെയ്തിട്ട് ഞാനൊരു സ്റ്റെയിനറിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇത് വെള്ളം ചോർന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ സവാള കൊന്നതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സവാള വെരി നൈസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു സവാള പിന്നെ നമ്മൾ സാധാ ഒരു ഇങ്ങനെയാണോ ചിക്കനിലേക്കൊക്കെ അരിഞ്ഞിടുന്നത് അതുപോലെ തന്നെ. പിന്നെ ചെറിയൊരു പീസ് ക്യാരറ്റ് വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഗ്യാസ് എല്ലാം കത്തിച്ചു, ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓയിൽ മീഡിയം ചൂടായതിന് ശേഷം നമ്മൾ വളരെ നൈസാക്കി അരിഞ്ഞ ഉള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഗോൾഡൻ കളറാവണ വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഗോൾഡൻ കളറായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും മൊത്തത്തിൽ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കാഷ്യൂനട്ടും മുന്തിരിയും സെപ്പറേറ്റ് വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ സെയിം ഓയിലിലേക്ക് തന്നെ പട്ടയും ഗ്രാമ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിതാ സവാളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സവാള ഉണ്ടായത്. പിന്നെ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ ഇത് മൊത്തത്തിലൊന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. ഇനി ഞാൻ ഇതിലേക്ക് 3 ഏലക്കായ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുണ്ട്. അപ്പോൾ ഏലക്കായൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരും. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, എന്നാൽ പെട്ടെന്ന് ഇതൊന്ന് വഴണ്ട് കിട്ടും. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് ഊറ്റി വെച്ച അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് നമ്മളിതാ ഈ ഓയിൽ ഇതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഏകദേശം 3-4 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ അരിൻ്റെ ഒരു അളവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം അരിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡബിൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇത് ചെറു ചൂടുവെള്ളമാണ്. ഒരു കോപ്പ അരിക്ക് ഞാൻ ഒരു 2 കോപ്പ വെള്ളവും പിന്നെ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ റൈസ് കുറച്ച് വേവുള്ളത് കൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമലി നമ്മൾ ഡബിൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇതുവരെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. ഇനി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. 1.5 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നെയ്യ് പോരാന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് ഉപ്പ് എക്സ്ട്രാ ഒന്ന് മുന്തി നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. 1/2 സ്പൂണ് ലെമൺ ജ്യൂസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കാൻ പോവാണ്. ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്ന് നോക്കി അടിയൊക്കെ ഇളക്കി കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു മീഡിയം കുക്കായിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതൊന്നും കൂടെ വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാൻ പോവാണ്. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ നമ്മുടെ റൈസ് എല്ലാം നന്നാക്കി ഒക്കെ വെന്തിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞിട്ട് പോലും ഇല്ല. വെള്ളമൊക്കെ വറ്റി. കുറച്ചൊരു നെയ്യിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം ഇപ്പോൾ 2 സ്പൂണ് നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉടയാണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഗ്യാസ് എല്ലാം ഓഫാക്കി വെച്ചിട്ടുണ്ട്.
ഇനി ഇതൊക്കെ ഒന്ന് അമർത്തി വെച്ചിട്ട് നമ്മളിത് അടച്ച് വയ്ക്കാൻ പോവാണ്. സെർവ് ചെയ്യാൻ നേരത്താണ് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും മുന്തിരിയും അണ്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മരിച്ചപ്പാന ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-4 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ 3-4 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് തുറന്ന് നോക്കി. ഇനി നമ്മൾ ഫുഡ് വിളമ്പിയെടുക്കാൻ പോവാണ്. നമ്മൾ നെയ്ച്ചോറിൻ്റെ മേലൊന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ടൊമാറ്റോൻ്റെ ചെറിയൊരു പീസ് ഫ്ലഷ് ഇല്ലാത്ത ഭാഗമാണ് അത് അതിൻ്റെ മേലെ ഇങ്ങനെ വെതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവശ്യമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുക. ഇനി വേണമെന്നുള്ളവർക്ക് നമ്മൾ പൈനാപ്പിൾ ഇല്ല, പൈനാപ്പിൾ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചോറ് നമ്മൾ പ്ലേറ്റിലേക്ക് വിളമ്പിയെടുത്തിട്ടുണ്ട്. ഇത് സാലഡാണ്. തൈരും തക്കാളിയും ഉള്ളിയും മരിച്ചപ്പൊക്കെ ഇട്ട് ഒരു അടിപൊളി സാലഡാണ്. പിന്നെ നമ്മൾക്ക് ചിക്കനില്ല, ഞാൻ ചിക്കൻ കഴിക്കില്ല. ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ചെമ്മീൻ്റെ റോസ്റ്റാണ്. കുറച്ച് മാങ്ങൻ്റെ അച്ചാർ എടുത്തിട്ടുണ്ട്. ചെമ്മീൻ റോസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉച്ചത്തെ ലഞ്ചാണ് നെയ്ച്ചോറും ചെമ്മീൻ റോസ്റ്റും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.